യേശുക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ഇപ്പോൾ എൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കട്ടെ. ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുവാനായി വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാലോം ടൈം എന്ന ഈ പ്രോഗ്രാം നിരന്തരമായി നിങ്ങൾ കാണുകയും ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ നാടുകളിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന വീണ്ടും ഞങ്ങൾ ചോദിക്കുന്നു. ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഷാലോം മിനിസ്ട്രിയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള കർത്താവിൻ്റെ വേലക്കാരെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ സുവിശേഷ വിലയുന്ന ധാരാളം ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്. അവരുടെ അത്യുധ്വാനം ഈ നാളുകൾ ദൈവരാജ്യത്തിൻ്റെ മുതൽക്കൂട്ടായി മാറണം. ആത്മാക്കളെ ദൈവം ഈ അന്ത്യകാലത്ത് കൊയ്തെടുക്കുവാൻ അവരിലൂടെ മുഖാന്തരമായി തീരണം. അതുകൊണ്ട് ദൈവമക്കൾ ആ വിഷയം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമേ. ഭാരതത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ ഇന്നും യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ലക്ഷോപലക്ഷം ആളുകൾ അസമാധാനം അനുഭവിക്കുന്നു. സന്തോഷമില്ലാത്തവരായി ജീവിതം തള്ളി നീക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ആത്മഭാരത്തോടുകൂടെ ദൈവമക്കൾ ഈ നാളുകളിൽ ഈ ശുശ്രൂഷയുടെ പുറകെ നിൽക്കുവാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ഈ മിനിസ്റ്ററോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയുവാനായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. ഈ നാളുകളിൽ ധാരാളം ചെറുപ്പക്കാർ കർത്താവിൻ്റെ വേലക്കാരായി മുമ്പോട്ട് വരുവാനായിട്ട് താല്പര്യപ്പെട്ട് മുമ്പോട്ട് വരുന്നു. അവരെയൊക്കെ പ്രോത്സാഹനം കൊടുത്ത് നമുക്ക് കർത്താവിൻ്റെ വേലക്കാരായി അയക്കുവാനായിട്ട് വലിയ സാധ്യതയുള്ള ഈ സാഹചര്യത്തിൽ ദൈവം ഈ നാളുകളിൽ അനേകരുടെ ഉള്ളിൽ ആ പ്രേരണ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ദൈവസഭയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. ദൈവസഭയിൽ ആടുകൾ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിച്ചു വന്നത്. ദൈവസഭയിലുള്ള വിശ്വാസികളെ ആടുകളായിട്ട് ദൈവവചനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. നമ്മളങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ 10-16 കൂട്ടം കാര്യങ്ങൾ ഇതുവരെയും നമ്മൾ ചില നാളുകളായിട്ട് ചിന്തിക്കുകയായിരുന്നു. ദൈവസഭ ആടുകൾ എന്നുള്ള വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡ് വരെ ചിന്തിച്ച് നിർത്തിയത് ആടുകൾ വാതിലുകൾ കിടക്കണം എന്ന് നമ്മളെ ചിന്തിക്കുകയുണ്ടായി. അടുത്തതായിട്ട് നമ്മളെ ചിന്തിക്കുന്നത് കർത്താവ് പറഞ്ഞു, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അഥവാ ഇടയന്റെ ശബ്ദം കേൾക്കുന്നവരാണ് ആടുകൾ എന്ന് പറയുകയുണ്ടായി. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് വായിക്കുവാനായിട്ട് കഴിയുന്നു. യേശുക്രിസ്തുവാകുന്ന ആ നല്ല ഇടയന്റെ ശബ്ദം കേൾക്കുന്നവരാണ് ഓരോ ആടുകളും എന്ന് കർത്താവ് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ വിശ്വാസികളാകുന്ന ഓരോ ദൈവമക്കളും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളെ കർത്താവിന്റെ ശബ്ദം കേട്ട് മുമ്പോട്ട് ജീവിക്കണം എന്നാണ്. അതുകൊണ്ട് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ആഗ്രഹത്തോടെ കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുണ്ട്, ദൈവം എന്നോട് സംസാരിക്കുന്നൊന്നും കേൾക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം, ദൈവം എക്കാലവും സംസാരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആദ്യം കാണാൻ കഴിയുന്ന സൃഷ്ടിയുടെ കാര്യമാണ്. ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ആവർത്തിച്ച് വരുന്ന ഒരു വാക്കാണ് ദൈവം കൽപ്പിച്ചു എന്നുള്ളത്. അഥവാ ദൈവം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഈ വേദപുസ്തകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ എല്ലാം ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സംസാരം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന് നമ്മളെ കേൾപ്പിക്കുവാനായി ദൈവത്തിന് ധാരാളം വഴികളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ദൈവത്തിന്റെ വചനമാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടിരിക്കും. അതിന് രണ്ട് പക്ഷമില്ല. ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ, ദൈവത്തോട് അടുത്തിയല്ല. ദൈവത്തിന്റെ വചനം പറയുന്നതിനെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ കണ്ടെത്തുമെന്നാണ്. ജാഗ്രതയോടെ ഒരാൾ അന്വേഷിച്ചാൽ നിശ്ചയമായും ദൈവം നമ്മളെ ആ ശബ്ദം കേൾപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അഥവാ ദൈവത്തിന്റെ ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. നമ്മൾ പലപ്പോഴും ജാഗ്രതയോടെ കർത്താവിനെ അന്വേഷിക്കുന്നില്ല. സദൃശവാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ പടിവാതിൽക്കൽ കിടക്കുന്നവർക്കാണ് അവന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയുന്നത്. പടിവാതിൽക്കൽ നിരന്തരമായി ദൈവശബ്ദത്തിനായി കാതോർത്തിരുന്നാൽ അങ്ങനെ കേൾക്കുവാനായിട്ട് കഴിയും എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരാണ് ആടുകൾ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി.
നമ്മൾ ദൈവവചനം പരിശോധിച്ചാൽ ആകമാനം ദൈവശബ്ദം എങ്ങനെയാണ് കേൾക്കാൻ കഴിയുന്നത്? കർത്താവ് തന്നെയാണ് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാൻ കഴിയുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള 3 ഘടകങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് യേശുവും ശിഷ്യന്മാരും മറ്റു ചില ആളുകളും എല്ലാം കൂടെ നിൽക്കുമ്പോൾ കർത്താവ് കേട്ട ഒരു ശബ്ദത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ നമ്മൾ ആദ്യം ഒരു കൂട്ടം ആളുകൾ ദൈവം അവനോട് സംസാരിച്ച ശബ്ദം അതിന്റെ 28-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നു, കർത്താവ് അവിടെ കേട്ട ഒരു ശബ്ദമുണ്ട്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനി മഹത്വപ്പെടുത്തും എന്നുള്ള പിതാവിങ്കിൽ നിന്നുള്ള ശബ്ദമാണ് താൻ കേട്ടത്. അത് വളരെ വ്യക്തമായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. കർത്താവ് കേട്ട ആ ശബ്ദത്തെ തന്നെ അടുത്തു നിന്ന ശിഷ്യന്മാരോ മറ്റേ ആളുകളോ ഒക്കെ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് മാത്രമേ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. എന്താണ് സംസാരിച്ചതെന്നോ ആരോടാണ് സംസാരിച്ചതെന്നോ ഒന്നും വ്യക്തമല്ലായിരുന്നു. ദൂതൻ അവരോട് സംസാരിച്ചു എന്നാണ് അവർക്ക് കേൾക്കാൻ കഴിയുന്നത്. മൂന്നാമതായിട്ട് ഒരു കൂട്ടം ആളുകൾ കർത്താവിനോട് പറയുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഇടിയുണ്ടായി എന്ന് പറയുകയാണ്. ഇടിയുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് അവർ കേട്ടത്? ഒരു ശബ്ദം മാത്രമേ അവർ കേട്ടുള്ളൂ. കുറെ ആളുകൾക്ക് ദൂതൻ സംസാരിച്ചതായിട്ട് കേൾക്കാൻ കഴിഞ്ഞു. അവരുടെ ഉൾക്കാതുകൾ അല്പം കൂടെ തുറന്നതായതുകൊണ്ടാണ് അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ ഇടിയുണ്ടായെന്ന് പറയുന്നു. കർത്താവ് നേരിട്ട് കേട്ട ദൈവത്തിന്റെ ശബ്ദം വളരെ വ്യക്തമായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ശബ്ദം വളരെ ക്ലിയറായി കേൾക്കാത്തതിന്റെ കാരണം നമ്മൾ ദൈവവുമായിട്ട് ട്യൂൺഡല്ല എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ഈ റേഡിയോയുടെ കാര്യം തന്നെ ശ്രദ്ധിച്ചാൽ, പുരാതന കാലങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ റേഡിയോ എടുത്താൽ അത് ട്യൂൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ട്യൂൺ ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റേഷനിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ശബ്ദം നമുക്ക് നമ്മുടെ റേഡിയോയിൽ കൂടെ നമുക്ക് മനോഹരമായ പാട്ടുകളോ മറ്റു പരിപാടികളോ കേൾക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ശബ്ദവും. ദൈവത്തിന്റെ ശബ്ദത്തോട് നമ്മൾ ട്യൂൺഡാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ദാസന്മാരിലൂടെ, ദൈവവചനത്തിൽ കൂടെ, മുഖാന്തരങ്ങളിൽ കൂടെ, സംഭവങ്ങളിൽ കൂടെ, ചിലപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ കേൾക്കുന്ന ഒരു ശബ്ദത്തിലൂടെയെങ്കിലും ദൈവം നിങ്ങളോട് സംസാരിച്ചൊന്നു വരാം. ചിലപ്പോൾ ചില വർഷങ്ങൾക്ക് മുൻപേ റെക്കോർഡ് ചെയ്ത ഒരു CD-യിൽ കൂടെ, ഒരു കാസറ്റിൽ കൂടെയോ ദൈവം നിങ്ങളോട് സംസാരിച്ചൊന്നു വരാം. അല്ല, ഒരു കൊച്ചു കുഞ്ഞ് സംസാരിക്കുമ്പോൾ ആ ശബ്ദത്തിൽ കൂടെ ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോട് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന നിലയിൽ സംസാരിച്ചു എന്ന് വരാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ശബ്ദിക്കുന്നത് ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ആടായിരിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമുക്ക് ഇങ്ങനെ ആലോചന തരും. നമ്മള് ദൈവത്തിന്റെ ദാസന്മാരെല്ലാവരും ദൈവശബ്ദം കേട്ടായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത്. നമുക്ക് ഈ പത്രോസിന്റെ കാര്യം എടുക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, പത്രോസ് അവിടെ വിശ്രമത്തിനായിട്ട് കിടക്കുകയാണ്. ഒരു ഭക്ഷണം ഉണ്ടാക്കുവാനായിട്ട് ഉള്ള താമസം വരുമ്പോൾ അവിടെ ഒന്ന് വിശ്രമിക്കുവാനായി കാവൽ മാടത്തിന്മേൽ കയറുകയാണ്, അഥവാ പ്രാർത്ഥനയ്ക്കായിട്ട് അവൻ കയറുകയാണ്. അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അഥവാ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ചെറിയൊരു മയക്കത്തിലായിരിക്കും, അവൻ ആ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ദർശനത്തോടു കൂടെ തന്നെ താൻ ശബ്ദം കേൾക്കുന്നു, പത്രോസേ എഴുന്നേറ്റ് അറുത്ത് തിന്നുക, എഴുന്നേറ്റ് അറുത്ത് തിന്നുക. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ആ ശബ്ദം ആവർത്തിക്കുന്നത് തൻ്റെ ഉൾക്കാതുകളിൽ കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. ഭൗതികമായി താൻ ഒരുപക്ഷെ മയക്കത്തിലായിരിക്കാം, ഭൗതികമായി ഒരുപക്ഷെ താൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ഉറക്കത്തിലേക്ക് പോയെന്ന് വരാം. എന്നാൽ ഇവൻ കേട്ട ശബ്ദം വളരെ വ്യക്തമായിരുന്നു, പത്രോസേ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് പറയുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം ദൈവത്തിന് നേരിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. എന്നാൽ ഇതേ സമയത്ത് തന്നെ നാം ദൈവവചനം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് അയക്കാനുള്ള ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുവാനായിട്ട് വരാനുള്ള കൊർന്നേലിയോസിനോട് ദൈവം സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പത്രോസ് താമസിക്കുന്ന വീതിയുടെ പേര് പറയുന്നു. പത്രോസ് താമസിക്കുന്ന ആ വീതിയിൽ ആരുടെ വീട്ടിലാണ് പാർക്കുന്നതെന്ന് പറയുന്നു? തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറയുന്നു. കാരണം ഇവരുടെ 2 പേരുടെയും പേര് ശിമോൻ എന്നാണ്. തോൽക്കൊല്ലനായ ശിമോൻ പത്രോസിന് പകരം ചെന്നാൽ ഒന്നും ശരിയാകുകയില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വളരെ വ്യക്തമായിട്ടാണ് ദൈവത്തിന്റെ ശബ്ദം
പത്രോസും അതുപോലെ തന്നെ കൊർന്നേലിയോസും കേൾക്കുവാനിടയായി തീർന്നു. കൊർന്നേലിയോസ് ദൈവഭക്തനായിരുന്നു, ആമേൻ, ധർമ്മം കൊടുക്കുന്നവനായിരുന്നു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, നല്ല ഒരു മനുഷ്യനായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ആ മനുഷ്യനോട് ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവനെ ഒരു പത്രോസിനെ കൊണ്ട് സംസാരിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അപ്പോൾ പത്രോസിൽ കൂടെ ദൈവത്തിന്റെ വചനം അവിടെ കൂടിയിരുന്ന സകല ആളുകളോടും ദൈവം സംസാരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ശ്രദ്ധേയമായ കാര്യം, അതുകൊണ്ട് ആടുകൾക്ക് അഥവാ വിശ്വാസികൾ ഇടയന്റെ ശബ്ദം കേൾക്കുവാനായി മനസ്സുള്ളവരായിരിക്കണം. പലപ്പോഴും നമുക്ക് ആ ദൈവശബ്ദം കേൾക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് പലതും നമ്മൾ മിസ് ചെയ്യാറുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ വേവർ ചെയ്തു പോകാറുണ്ട്. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏത് പ്രതികൂലത്തിന് നടുവിലാണെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്റെ അവസാന നാളുകൾ അടുത്തു വന്നത് തനിക്കറിയാം. താനൊരു വിസ്താരത്തിനായി റോമൻ കൈസറുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഗവർണറുടെ ആജ്ഞപ്രകാരം താനൊരു കപ്പലിൽ യാത്ര ചെയ്ത് പട്ടാളക്കാരുൾപ്പെടെയുള്ള 276 ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കപ്പലിൽ കൂടെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ 14 ദിവസങ്ങൾ അവര് സൂര്യനെ കണ്ടില്ല, ചന്ദ്രനെ കണ്ടില്ല. ആ യാത്രയുടെ തുടക്കം ഒരുപക്ഷെ അപ്പോസ്തല പ്രവർത്തികൾ 27-ാം അധ്യായം വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ യാത്രയുടെ തുടക്കത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ആ ദൈവദാസന്റെ ഉള്ളിൽ പ്രേരണ എടുത്തുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, കപ്പലുടമസ്ഥനോട് അവിടോട് പറയുകയാണ്, നമ്മുടെ യാത്രയിൽ കേടുപാടുകൾ സംഭവിക്കുമെന്ന് ഇൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, ഒരു പ്രവചന രൂപേണ പറയുകയാണ്. എന്നാൽ നമ്മൾ അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, കപ്പലുടമസ്ഥന്റെയും മാലുമിയുടെയും വാക്ക് അവർ അധികം ശ്രദ്ധിച്ചു. ദൈവദാസനായ ഒരു മനുഷ്യൻ പറയുന്നത് എന്താണ് ഇത്രയും അധികം കാര്യമായിട്ട് എടുത്തില്ല. എന്നാൽ അവരുടെ യാത്രയുടെ തുടക്കം മുതൽ കുറെ കഴിയുമ്പോൾ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ കാര്യം സാധിച്ചു എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ കുറെ കൂടെ കഴിയുമ്പോൾ നമുക്ക് ആ കാര്യം വ്യക്തമാകും. 14 ദിവസങ്ങൾ നീണ്ടു നിന്ന വലിയ കൊടുങ്കാറ്റ്, ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ്, വലിയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയാണ്. ആ കപ്പൽ ആകപ്പാടെ ആടി ഉലയുകയാണ്. നമ്മൾ ആ അധ്യായത്തിൽ വായിക്കുന്നു, അവരുടെ ആശയൊക്കെ പൊയ്പോയി. എല്ലാവരുടെയും ആശ പൊയ്പോയ ഒരു സമയം. ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ചന്ദ്രനെ കാണാതെ സൂര്യനെ കാണാതെയുള്ള 14 ദിനരാത്രങ്ങൾ അവർ കഴിച്ചുകൂട്ടി. എന്നാൽ അതിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത്? 14-ാം ദിവസമായപ്പോൾ ആ പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുമ്പോഴും ദൈവദാസൻ ദൈവത്തോടുള്ള ബന്ധം വിട്ടുപോയില്ല. ഒരു ദിവസമോ 2 ദിവസമോ അല്ല കൊടുങ്കാറ്റടിക്കുന്നത്. വലിയ കൊടുങ്കാറ്റടിച്ച് ആഴി മുഴുവനായി ഇളകി മറിയുമ്പോൾ ദൈവത്തിന്റെ ദാസൻ ദൈവത്തിൽ ആശ്രയിച്ചു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാണ്, നിനക്ക് നിന്റെ കൂടെയുള്ളവർക്കും ഒരു പ്രാണന് ഹാനി വരികയില്ല. ചരക്കുകൾക്ക് അവൻ കേട് സംഭവിച്ചേക്കാം, ചരക്കുകൾ നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണന് നഷ്ടപ്പെടൽ വരികയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അടുത്തായിട്ട് ദൈവത്തിന്റെ ദാസൻ അവരോട് പറയുകയാണ്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഇന്നലെ എന്റെ അടുക്കൽ വന്നൊരു കാര്യം പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ എന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. അഥവാ ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ഒരാടായിരിക്കുമ്പോൾ ഇടയന്റെ ശബ്ദം ഞാൻ കേട്ടു എന്നാണ് ചുരുക്കം. ദൈവമക്കളെ, നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. വിവിധ നിലയിൽ ദൈവത്തിന് സംസാരിക്കാൻ 100 വഴികൾ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കാതോർക്കാം. ദൈവത്തിന്റെ ശബ്ദം മാൻപകളെ പ്രസവിക്കുമാറാക്കുന്ന ഹോടെ ശബ്ദം. നമ്മൾ 29-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, അത് കാദേശ് മരുവിനെ നടുക്കുന്നതാണ് ദൈവത്തിന്റെ ശബ്ദം. വനത്തിലെ തോലിരിക്കുന്നതാണ് ദൈവത്തിന്റെ ശബ്ദം. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാണ് ദൈവത്തിന്റെ ശബ്ദം. ഇതെല്ലാം നമ്മൾ അഗ്നിജ്വാലയെ ചിഹ്നിക്കുന്നതാണ് ദൈവത്തിന്റെ ശബ്ദം എന്നെല്ലാം അവിടെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ വിവിധ നിലയിലുള്ള പ്രവർത്തികളെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്താണ് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന യഹോവയുടെ ശബ്ദം എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, ദൈവത്തിന്റെ ശബ്ദമാണ് ആളുകളുടെ ഉള്ളിൽ രൂപാന്തരം നൽകിയിട്ട് അവരെ വീണ്ടും ജനനത്തിലേക്ക് നടത്തുവാൻ മുഖാന്തരമായി തീരുന്നത്. ഒരു വീണ്ടും ജനം നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കണമെന്നുണ്ടെങ്കിൽ
ദൈവത്തിന്റെ വചനം അഥവാ ദൈവത്തിന്റെ വചനമാകുന്ന ദൈവത്തിന്റെ ആ ശബ്ദം അവരുടെ ഉള്ളിലേക്ക് ചെല്ലേണ്ടതായിട്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നത് വനത്തിലെ തോലിരിക്കുന്നതാണ് ദൈവത്തിന്റെ ശബ്ദം. എന്താണ് വനത്തിലെ തോലിരിക്കുക? വനം എന്ന് പറയുമ്പോൾ മരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. മരങ്ങൾ സാധാരണയായിട്ട് അതിന്റെ തുകൽ ഭാഗം അത് വളരുന്നതിനനുസരിച്ച് പുറത്തു നിന്നുള്ള തൊലികൾ ഇളകിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്താണ് കാണിക്കുന്നത്? ഈ അകത്ത് തടി വളരുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ ലക്ഷണമാണ് പുറത്തുള്ള തൊലികൾ വിണ്ടുകീറി അത് ഉണങ്ങി പുറത്തേക്ക് പോകുന്നു. എന്നാൽ അതിനു പകരം പുതിയ തൊലികൾ കിളിച്ചു വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ടാത്ത ഒത്തിരി കാര്യങ്ങൾ അകത്തെ മനുഷ്യൻ ആത്മാവിൽ പുഷ്ടി വെച്ച് വളർന്നു വരുമ്പോൾ, അകത്ത് വൃക്ഷത്തിന് കാതൽ വരുമ്പോൾ പുറമേയുള്ള തൊടികൾ പൊട്ടി വിതറി മാറിപ്പോകുന്നത് പോലെ വനത്തിലെ തോലിരിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. നമ്മുടെ അകത്ത് എപ്പോഴാണ് ഈ ശക്തി വ്യാപരിക്കുന്നത്, അകത്തെപ്പോഴാണ് വളർച്ച നടക്കുന്നത്? ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുമ്പോഴാണ്. ദൈവത്തിന്റെ ശബ്ദം അങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ടും നമ്മുടെ ഉള്ളിൽ വലിയ രൂപാന്തരം വരികയും അകത്ത് വലിയ വളർച്ച ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ലൗകിക പുറമേയുള്ള അഥവാ പുറത്തുള്ള ധാരാളം വേണ്ടാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു കാലത്ത് അതൊക്കെ പ്രയോജനപ്പെട്ടതായിരിക്കാം, എന്നാൽ അതെല്ലാം പൊളിഞ്ഞ് തകർന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ നാളുകൾ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അവിടുത്തെ ശബ്ദത്തിനനുസരിച്ച് എനിക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് നമുക്ക് ദൈവത്തോടെ പറയാം. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചതാണ് ദൈവശബ്ദം കേൾക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാതൃകയായി നമുക്ക് കാണാൻ കഴിയുന്നു. യേശുവിനെ നമുക്ക് എല്ലാ വിധത്തിലും മാതൃകയാക്കാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ അരികിലേക്ക് ശിഷ്യന്മാർ വന്നു. പ്രതിഷ്ഠോത്സവം നടക്കുകയാണ്. അവിടെ കർത്താവിന്റെ സഹോദരന്മാർ, കർത്താവിന്റെ ശിഷ്യന്മാർ ഉൾപ്പെടെ എല്ലാവരും വന്ന് ചോദിച്ചു, ഞങ്ങൾ പെരുന്നാളിന് പോവുകയാണ്. ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ പോകുക, എനിക്ക് സമയം ഇതുവരെ ആയിട്ടില്ല, നിങ്ങൾക്കോ എല്ലാം ഇപ്പോഴും സമയമാണെന്ന് പറയുക. അപ്പോൾ കർത്താവ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കെല്ലാം ഇപ്പോഴും സമയമാണ്, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ കർത്താവ് അവരോട് സംസാരിക്കുന്നു. എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദൈവത്തിന്റെ ശബ്ദം വരുവാനായി, ദൈവത്തിന്റെ ആജ്ഞ കേൾക്കുവാനായി, ദൈവത്തിന്റെ ആലോചന കേൾക്കുവാനായിട്ട് താൻ കാത്തിരിക്കുകയായിരുന്നു. സ്വർഗീയ പിതാവിൽ നിന്നൊരു പെർമിഷൻ കിട്ടാതെ തനിക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയില്ലായിരുന്നു. യേശു അതുകൊണ്ട് എന്ത് ചെയ്തു? യേശു ആ ദൈവത്തിന്റെ ശബ്ദത്തിനായിട്ട് കാത്തുകൊണ്ടിരുന്നു, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കാത്തുകൊണ്ടിരുന്നു. എന്നാൽ ചില നിമിഷങ്ങൾക്കുള്ളിൽ ദൈവശബ്ദം തനിക്ക് കിട്ടി, അഥവാ തനിക്കൊരു പെർമിഷൻ കിട്ടി പോകുവാനായിട്ട്. എവിടേക്ക് പോകുവാനായിട്ട്? പെരുന്നാളിന് പോകുവാനായിട്ട്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആ ശബ്ദം കേട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ മുമ്പോട്ട് ഫലകരമായ ജീവൻ നയിക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് കർത്താവും തന്നെ ശിഷ്യന്മാരും എല്ലാവരും അവിടെ ഇതാ പെരുന്നാൾ സംബന്ധിക്കുകയാണ്. ഒരുപക്ഷെ ചില മിനിറ്റുകൾക്ക് മുൻപേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ കർത്താവ് പിന്നെന്തുകൊണ്ടാണ് പോയത് എന്നുള്ളത് പലപ്പോഴും നമുക്കൊരു ചോദ്യചിഹ്നമായിട്ട് തോന്നിയേക്കാം. എന്നാൽ കർത്താവ് പോയതിന്റെ കാരണം കർത്താവ് ശബ്ദം കേട്ടിട്ടാണ് പോയത്. ദൈവത്തിന്റെ ശബ്ദം കേട്ടാണ് താൻ യാത്ര ചെയ്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിന്റെ ശബ്ദം കേട്ട് യാത്ര ചെയ്യണമെന്ന്, ദൈവത്തിന്റെ പിതാവിന്റെ ശബ്ദം കേട്ട് യാത്ര ചെയ്യണമെന്ന് നമുക്ക് വളരെ ആഗ്രഹമുണ്ടായിരിക്കണം. ഈ നാളുകളിൽ അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവ ശബ്ദം കേട്ട് നമുക്ക് മുമ്പോട്ട് ജീവിതം നയിക്കാം. മറ്റൊരു ഉദാഹരണമാണ് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയെ തന്നെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് എല്ലാവരും ചുറ്റുപാട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ചുറ്റുപാടുകൾ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് അവരോടൊരു കാര്യം പറഞ്ഞു. ഇവങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറയുകയുണ്ടായി. പാപമില്ലാത്തവരെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ പാപമില്ലാത്ത ഒരാൾ പോലും അവിടെയെങ്കിലും ഇല്ലായിരുന്നു. എന്നിട്ട് നിലത്ത് താൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് വായിക്കാൻ കഴിയുന്നത്. നിലത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. എന്താണ് നിലത്ത് എഴുതുവാനായിട്ട് കാരണം? നിലത്ത് എഴുതുവാൻ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഉള്ള എന്താണ് എന്നുള്ള ഒരു ശബ്ദം തനിക്ക് കേൾക്കുവാൻ വേണ്ടിയാണ് കർത്താവ് കാത്തിരുന്നത്.
ദൈവം എന്താണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത്? മനുഷ്യർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ കർത്താവ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അഥവാ പിതാവ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കേൾക്കാനുള്ള ഒരു സമയം താൻ എടുക്കുകയായിരുന്നു. അതിനു മുൻപേ ഒന്നും താന് വിധിച്ചില്ല. നിങ്ങളിൽ പാവമില്ലാത്തവർ ഇവനെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. നിലത്തിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അടുത്തതായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട്. കർത്താവ് അതിനുശേഷം പറയുകയാണ്, സ്ത്രീയെ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോക എന്ന് പറയുന്നു. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഒരാടെന്ന നിലയിൽ കർത്താവ് നമ്മളെ പോലെ, എന്നെയും നിങ്ങളെയും പോലെ ആമേൻ കർത്താവ് പ്രവർത്തിക്കുകയാണ്. അഥവാ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആടായിരിക്കണം എന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവം ആടുകൾ തൻ്റെ ശബ്ദം കേൾക്കുവാൻ വളരെ ആർത്തിയോടെ ആഗ്രഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവശബ്ദത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. ദൈവശബ്ദം കേൾക്കുവാനായിട്ട്, ദൈവത്തെ കേൾക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായി നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അങ്ങനെ തന്നെ ചെയ്യും. പലപ്പോഴും നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നില്ല, ദൈവം എന്നോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ പരാതിപ്പെടാറുണ്ട്. എന്നാൽ നമ്മൾ സങ്കീർത്തന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, യഹോവേ മൗനമായിരിക്കരുത് എന്ന് പറയുന്നു. യഹോവേ മൗനമായിരിക്കരുത്. എന്താണ് തനിക്ക് ദൈവം മൗനമായിരിക്കുന്നു എന്ന് തോന്നാൻ കാരണം? ദൈവം സംസാരിക്കുന്നില്ലേ? ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദം എല്ലായ്പ്പോഴും ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ ഓർപ്പിച്ചതുപോലെ വേദപുസ്തകത്തിന്റെ തുടക്കം മുതൽ വേദപുസ്തകത്തിന്റെ ഒടുക്കം വരെയും ദൈവത്തിന്റെ ആജ്ഞ, ദൈവത്തിന്റെ ശബ്ദം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനം അന്ത്യത്തോളമുള്ള വചനമാണ്. വേദപുസ്തകത്തിന്റെ ആദ്യ താളുകൾ മുതൽ അവസാന താളുകൾ വരെയും ദൈവം സംസാരിക്കുന്നതായിട്ടാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ടത്, ദാവീദ് പറയുകയാണ്, യഹോവേ മൗനമായിരിക്കരുത്. എന്നാൽ അടുത്ത നമ്മള് 51 സങ്കീർത്തനം വായിക്കുമ്പോൾ അവൻ പറയുന്നു, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്ന് താൻ വിലപിച്ച് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്ന് താൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളെ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോയാൽ ആർക്കും ദൈവശബ്ദം കേൾക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കാതോർത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ദൈവ സാന്നിധ്യത്തിലാകാതിരിക്കുമ്പോൾ നമുക്കൊന്നും കേൾക്കാനോ കാണാനോ കഴിയത്തില്ല. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, പത്രോസ് കർത്താവ് കടലിൽ മേൽ നടന്നു വരുന്നത് കണ്ടിട്ട് കർത്താവിന്റെ അരികിലേക്ക് ചെല്ലാൻ പത്രോസിന്റെ ആഗ്രഹം. പത്രോസിനോട് കർത്താവ് പറയുകയാണ്, ഇനി വരിക എന്ന് പറഞ്ഞു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പത്രോസിനോട് വരിക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യത്തിന് വരാനാണോ? അല്ല, കടലിൽ മേൽ നടന്നു വരാനുള്ള ഒരു വലിയ കാര്യമാണ് താൻ പറയുന്നത്. എന്നാൽ പത്രോസ് അല്പം പോലും ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ കഴിഞ്ഞു. എന്താണ് കാരണമെന്നറിയാമോ? അവൻ ആ ശബ്ദം കേട്ടാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത്. അവൻ ആ ശബ്ദം കേട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ ഹോവേ സ്തുതിക്കുവിൻ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കർത്താവിന്റെ ശബ്ദം കേട്ട് മുമ്പോട്ട് ജീവിതം നയിച്ചാൽ, ആമേൻ, നമ്മള് പത്രോസിനെ പോലെ, പത്രോസ് ഏറ്റവും വലിയ ഒരു അബദ്ധം കാണിച്ചു എന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴും ഞാൻ പറയും, പത്രോസ് മാത്രമേ ചില സ്റ്റെപ്പുകളെങ്കിലും കടലിന്മേൽ നടന്നിട്ടുള്ളൂ. ലോക ചരിത്രത്തിൽ വേറെ ആരും തന്നെ കടലിൽ മേൽ നടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശുവിന്റെ ശബ്ദം കേട്ട് യേശുവിനെ അനുഗമിച്ച, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച ആ പത്രോസിന് കടലിൽ മേൽ നടക്കാൻ കഴിഞ്ഞു. അങ്ങനെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ദൈവവൈതലിന് അവന്റെ കാലുകളുടെ അടിയിൽ ആ വെള്ളം മനുഷ്യർ ചവിട്ടിയാൽ ഭാരമുള്ളതെങ്കിൽ ഇട്ടാൽ താണുപോകുന്ന അവസ്ഥയാണ്. എന്നാൽ ആ ചവിട്ടുന്ന സ്ഥലത്തെ പാറ പോലെ കടിപ്പമാക്കി തീർക്കാൻ കഴിവുള്ള സർവശക്തന്റെ വാക്കാണ് നീ കേട്ടത്.
അല്ലയോ ദൈവത്തിന്റെ പൈതലെ, നിന്റെ പൈതലെ കുറിച്ച് ദൈവശബ്ദം നീ കേട്ടിട്ടുണ്ട്, നിന്റെ ഭാവിയെ കുറിച്ചുള്ള ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. ചില ദൈവദാസന്മാരിലൂടെ ദൈവം ചില ആലോചനകൾ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം കേട്ട് വെറുതെ ഇരിക്കുവാനല്ല, ആ ശബ്ദത്തിനനുസരിച്ച് നീ മുമ്പോട്ട് വരുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെറുതെ നിങ്ങളെ ഈ ശബ്ദം കേൾപ്പിക്കുകയല്ല. ദൈവശബ്ദം കേട്ടിട്ട് ആമേൻ മൗനമായി എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാനല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ എന്നെ അങ്ങയുടെ ശബ്ദം കേൾപ്പിക്കണമേ, അങ്ങയുടെ ശബ്ദത്താൽ ഞാൻ നടത്തപ്പെടുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുന്നു. നമുക്കതിനായി ഒരുങ്ങാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അതിനായി സഹായിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. കർത്താവ് നിങ്ങളെ വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ.